രാജു ഇത്രയും ചെറിയൊരു പടം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ്. എന്നെങ്കിലും ഒരിക്കലും നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നിയാൽ അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചു ചെല്ലാൻ ഒരാളെ ഇല്ല. സ്റ്റീഫൻ. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. He leads the most powerful mercenary hit group in Asia. ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. Sir, we have the entire Kabuka cartel and the Qureshi Abram nexus in one place. This is our chance. Shall we move in? സോ ആരാണ് ഈ സ്റ്റീഫൻ നെടുമ്പൻ? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവൻ, ഇസ്ലാമിൽ അവൻ ഇബ്ലീസ്, ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു പേര് ലൂസിഫർ. He's coming back. അബ്രാം, ഖുറേഷി അബ്രാം. I hear gunshots. We're moving in. അബ്രാം. This deal is with the devil. बस एक इशारा भाईजान, बस एक इंतजार आएगा. खुदा हाफिज. കേട്ടില്ല? അത് പ്രൊഡ്യൂസറിനെ ഡയറക്ട്ലി ചോദിക്കാണ്. ഒരു നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് എന്താണ്, അതിനെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് പൃഥ്വിരാജ് ഇവിടെ? അതെ, അല്ല അത് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഈ പാർട്ട് 2 ഒരു വലിയ വിജയമാവട്ടെ. നമുക്ക് 3 ഇതുപോലെയല്ല, കുറച്ച് വലിയ പടമാണ്. അപ്പോ അത് ഇതിനൊരു വലിയ മഹാവിജയം പ്രേക്ഷകർ സമ്മാനിച്ചാലാണ് 3 സംഭവിക്കുക. പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, കഥ തീരണ്ടേ. നമ്മൾ ഇപ്പോ പാർട്ട് 1 നമ്മൾ കൊണ്ട് തീർത്തത് വേണമെങ്കിൽ പാർട്ട് 2 ഇല്ലാതിരിക്കാം എന്നൊരു രീതിയിലാണല്ലോ. ഒരു കാര്യം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു, പാർട്ട് 2 തീരുമ്പോൾ പാർട്ട് 3 ഇല്ലെങ്കിൽ കഥ ഫുൾ ആകില്ല എന്ന വ്യക്തമായ ഒരു പോയിന്റിലാണ്. അപ്പോൾ